ഹലോ ഹലോ. അങ്ങനെ പോയിച്ചേട്ടാ, നമ്മുടെ ചെയർമാന്റെ ഭാര്യയുടെ പേര് അറിയോ? ചെയർമാന്റെ ഭാര്യയുടെ പേര് പ്രേമ. പ്രേമ എന്നാണ് നമ്മുടെ ചെയർമാൻ സാറിന്റെ ഭാര്യയുടെ പേര്. രാധതൻ പ്രേമത്തോടാണോ ഞാൻ പാടും ഗീതത്തോടാണോ, രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ. ഓക്കെ ഓക്കെ ഓക്കെ, സംഭവിച്ചു. നമ്മുടെ ഗോവിന്ദാസന്റെ ഭാര്യ എന്റെ ടീച്ചറാണ് സരസ്വതി ടീച്ചർ. ടീച്ചറോട് വന്നിട്ടല്ലോ അല്ലേ ടീച്ചറെ? സരസ്വതിയാമം കഴിഞ്ഞു ഋഷസിൻ സഹസ്രദളങ്ങൾ വിരിഞ്ഞു. നമ്മുടെ ഓഫീസർ ഷായി സാറ്. ഷായി സാറിന്റെ ഭാര്യയുടെ പേര് സൂചി എന്നാണ്. പക്ഷെ ചില അക്ഷരങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ഗായകന് താല്പര്യമുണ്ട്. അത് നിങ്ങൾ സഹകരിക്കുക ചെയ്യേ. സൂചി എന്ന് പറയുന്നത് ചെറുതായിട്ട് സോജ രാജകുമാരി സോജ. ഇവിടെ മേശാന്തി ശ്രീരുദ്രൻ ശ്രീദേവിച്ചിന്റെ പേരല്ലേ? ദേവി ശ്രീദേവി നിൻ തിരുവാൽ മലരണി വാക്യം ഒന്ന് വിളമ്പാൻ പാപി ഈ പാപി നീ സന്നിധി അനുദിനം തേടുന്നു അലകളുമായി. രേഖോട്ടന്റെ ഭാര്യ ഒരു ശ്രീലത അല്ലേ? ശ്രീലതയ്ക്ക് വലിയ പുള്ളിക്ക് കിട്ടാൻ ഞാൻ നല്ലൊരു പാട്ടിടും. ശ്രീലതികകൾ തളിരണിയവേ വാ കിളിമകളെ തേൻ കുറുമൊഴിയേ. ജ്യോതിയേട്ടന്റെ ഭാര്യയുടെ പേര് രേണുക. രേണുചിയുടെ പേരില് പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കാരൻ നല്ലൊരു കവിത ഉണ്ട്. കവിത പാട്ട് തന്നെയാണ്. അന്ന് ശരി, എന്നാ പാട്ട് ശരി, പാട്ടാണ് കേട്ടാ. കിലാവിന്റെ നീലക്കടമ്പിൽ പരാഗരേണു രേണുകേ. ഇത് പാട്ടായിട്ട് കേട്ടാ മതി. ഞാൻ പാടിയത് പാട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം? രാജേഷ് നമ്പൂരിയുടെ രാമേന്ദ്ര നമ്പൂരിയുടെ ഭാര്യയുടെ പേര് ഗിരിചേച്ചി അല്ലേ? ഗിരിജ മതകേനെ സുധനെ നമ്മുടെ ഗണപതി ഭഗവാനെ. ഇനി രാജേഷ് നമ്പൂരിയുടെ രാജേഷ് നമ്പൂരിയുടെ ഭാര്യയുടെ പേര് പറയുമ്പോ 2-4 ആൾക്കാരെ പറയേണ്ടി വരും. ഒന്ന് നമ്മുടെ സ്റ്റാഫ് അങ്കനയുടെ പേര്, പിന്നെ രാജേഷ് നമ്പൂരിയുടെ ഭാര്യയുടെ പേര് രാധിക, പിന്നെ നമ്മളെ ജ്യോതിയേട്ടന്റെ മോളുടെ പേര് സാരംഗ, പിന്നെ നമ്മളെ സുനിയുടെ ഏടത്തിയുടെ പേര് ഓമന. ഇതൊക്കെ ചേർന്നിട്ടൊരു പാട്ട്, ഒറ്റപ്പാട്ട് ഇതൊക്കെ പാടാം. ഗോപാങ്കനെ ആത്മാവിലെ സ്വരമുരളിയിൽ ഒഴുകും സാരംഗയിൽ താലോലമൻ സ്വരമംഗളരതികെ രാധികെ വരൂ വരൂ കിനാവിൻ പാവള്ളിയിലാടും ഓമനെ വരൂ വരൂ വസന്തം പൂത്തെ ചൂടാനായി. പോരെ. ഇനി ആനന്ദന്റെ ഭാര്യ ദിവ്യ. ആനന്ദേട്ടന്റെ ഭാര്യ ദിവ്യയും നമ്മുടെ സ്റ്റാഫ് ദിവ്യുണ്ട് അല്ലേ? ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾക്ക് ആനന്ദദായകനാമം. ഇനി സുധേട്ടന്റെ ഭാര്യ സുധേട്ടന്റെ ഭാര്യ പേര് ഗീത. ഭഗവാൻ ഭഗവത് ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ സംഭവാമി യുഗേ യുഗേ. ഇനി രവിയേട്ടന്റെ ഭാര്യ. രവിയേട്ടന്റെ ഭാര്യയുടെ പേര് ലീന. അങ്ങനെ പാട്ടുണ്ടോ? അങ്ങനെ പാട്ടുണ്ട്. ശാലീന സൗന്ദര്യമേ സൗന്ദര്യമേ. ഇനി എന്റെ ഭാര്യ സുമ. നീ വിഷമിക്കണ്ട, നിന്റെ ഭാര്യ വരും. ഒന്നല്ല, ഒരുപാട് പാട്ടുണ്ട്, പക്ഷെ ഞാൻ ഒന്നേ പാടുള്ളൂ. സുമംഗലി നീ ഓർമ്മിക്കുമോ
സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. ഇനി അപ്പൂന്റെ ഭാര്യ രഞ്ജിനി. രഞ്ജിനി അഹമനോരഞ്ജിനി സുരാഗണി സൂപ്പർ സുരസുന്ദരി നവചരിതം കഥയിൽ ദമയന്തിയോ കൺവാശ്രമത്തിൽ ആനന്ദരുന്നയോ ഓമൽ കയ്യാലെ. അത്ര മതി. ഇനി ചന്ദ്രന്റെ ഭാര്യ സുന്ദരി. ചന്ദ്രന്റെ ഭാര്യയുടെ പേര് സുന്ദരി. സുന്ദരി നീയും സുന്ദരയാനും ചേർന്നിരുവോണം. ഇനി സൂര്യയുടെ ഭാര്യ സുനിൽ. സുനിൽ ഉണ്ടോ അവിടെ? സുനിലിന്റെ ഭാര്യയുടെ പേര് മഞ്ജു. മഞ്ജു ഭാഷിണി നിന്മലർമേനിയിൽ. മനോജിന്റെ ഭാര്യ. മനോജിന്റെ ഭാര്യയുടെ പേര് ധന്യ. ധന്യയുടെ പാട്ടല്ല കവിത എന്ന് ആദ്യം പറയട്ടെ. പ്രശസ്ത കവി ഓന്യക്കുറുപ്പ് സാറിന്റെ നിശാഗന്ധി നീ എത്ര ധന്യ, നിശാഗന്ധി നീ എത്ര ധന്യ. ഈ രമ്യയുടെ ഭർത്താവ് രാജീവ്. രമ്യയുടെ ഭർത്താവിന്റെ പേര് ജയറാം എന്നാണ്. അല്ല സോറി രാജീവ്. അല്ല സോറി ക്ഷമിക്കണം. അല്ല ഈ പാട്ട് പാടുമ്പോ ചില ശനി ഞായറൊക്കെ ആകുമ്പോ വെള്ളി ശനിയൊക്കെ വരില്ലേ. രമ്യയുടെ ഭർത്താവിന്റെ പേര് രാജീവ്. രാജീവം വിളരും നിൻമിഴിയിൽ കാശ്മീരം ഉതിരും നിൻ ചൊടിയിൽ എന്നെ പൂക്കുന്നു. പ്രസാദിന്റെ അമ്മയുടെ പേര്. പ്രസാദിന്റെ അമ്മയുടെ പേര് ഉഷ. ഞങ്ങളൊക്കെ ഉഷയിച്ചെന്ന് വിളിക്കാം. വേറെ പേരുണ്ട്, സുമതി എന്നുള്ള പേരുണ്ട്, പക്ഷെ ഉഷയിച്ചെന്നാണ് ഞങ്ങൾ വിളിക്കുക. ഉഷ സന്ധ്യകൾ തേടി വരുന്നു, ഉടുക്കു കൊട്ടി പാടി വരുന്നു. അങ്ങനെ ഒരു പാട്ടില്ലേ ഹരീഷ്? ഉഷ സന്ധ്യകൾ തേടി വരുന്നു, ഉടുക്കു കൊട്ടി പാടി വരുന്നു. ഇനി ഹരിയുടെ അമ്മ. ഹരിക്ക് ഭാര്യയല്ല അമ്മയാണുള്ളത്. ഹരിയുടെ അമ്മയുടെ പേര് ഞങ്ങൾ വിളിക്കുക ചന്ദ്രമ്മ. അത് അടുത്ത പോലെ നമുക്ക് പാടാം സാറേ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം. ബാക്കിയുള്ള പാടണ്ട. ഒന്നുകൂടി സാറ് കേൾക്കാൻ വേണ്ടിട്ട് സാറിന്റെ ഭാര്യയുടെ പേര് നേരത്തെ പാടിയെങ്കിലും ഒന്നുകൂടി സാറ് കേൾക്കാൻ വേണ്ടി ഒന്നുകൂടി പാടണ്ട. മാന്യ സദസ്സിന്റെ അനുമതിയോട് കൂടി തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? ഇനി ഐശ്വര്യയുടെ ഭർത്താവ്. ഐശ്വര്യയുടെ ഭർത്താവിന്റെ പേര് ഇല്ല. ഐശ്വര്യയുടെ ഭർത്താവിന്റെ പേരിൽ പാട്ടില്ല. ഇല്ല. ഞാൻ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തു, അങ്ങനെ പാട്ടില്ല. ബൈജേട്ടന്റെ ഭാര്യയുടെ പേര്. എന്താ ചോദിച്ചോണ്ടേ? ബൈജേട്ടന്റെ ഭാര്യയുടെ പേര്. എന്റെ ഭാര്യയുടെ പേരില് ഒന്നല്ല മോനെ, 50-ലധികം പാട്ടുകളുണ്ട്. പക്ഷെ ഇത്രയും പാട്ടുണ്ടെങ്കിലും ഞങ്ങൾ പരസ്പരം പാടുന്നൊരു പാട്ടുണ്ട്. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. അതില്ല. ഇനി ഉണ്ണി പിന്നെ നമ്മളെ ജീവനക്കാരെ ചില പാട്ടുകളുടെ പേരുള്ള പാട്ടുകളുണ്ട് കേട്ടോ സാറേ. അവരുടെ ഭാര്യമാരുടെ പേര് ചിലപ്പോൾ പാട്ടൊന്നും ഇല്ലെങ്കിലും അല്ലെങ്കിൽ കുടുംബക്കാരുടെ പേരിൽ പാട്ടില്ലെങ്കിലും. തുളസി കതിർന്നുള്ളിയെടുത്തു കണ്ണനൊരു മാലയ്ക്കായി, ഹരിമുരളി ഗാനം മധുമാരി ചൊരിയുന്ന. ഒന്നുമില്ലല്ലേ? പ്രിയപ്പെട്ടവരെ,
ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തൊരു പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തീയതി തരും. താങ്ക് യു. അടുത്തതായി